കശ്മീരിലുണ്ടായ ഈ ഭീകരാക്രമണം നമുക്ക് ഒട്ടും മറക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത, ഇതിനകത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ചില ഇടപെടലുകൾ നടക്കുന്നു. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കത്തില്ല, സംഭവിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം TG ആയിട്ടുള്ള ഒരു സംഭാഷണത്തിൽ TG പറഞ്ഞു, ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് പുതിനാണ്. പുടിൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്ന കോള് നെതന്യാഹുവിൻ്റെയാണ്. നെതന്യാഹു ഈ അനുശോചനം അറിയിക്കുക മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി മോദിയോട് സംസാരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇസ്രായേലിൻ്റെ ഒരു സംഘം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ സംഘം ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം, സൈനിക സഹായം ഉൾപ്പെടെയുള്ള വേണ്ടി വന്നാൽ തരാമെന്ന് മുൻകാലങ്ങളിലും പറഞ്ഞിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് മൊസാദ് അടങ്ങുന്ന സംഘമാണോ എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. ഇതിന് കാരണം നമ്മൾ പറയുമ്പോൾ ഈ ഹമാസിനുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ എന്തിനാണ് ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്, ഇന്ത്യയിൽ ഇടപെടുന്നത്, ഇന്ത്യയുമായി സഹകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം പെട്ടെന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഇസ്രായേൽ പറയുന്ന കഴിഞ്ഞ കുറച്ചു കാലമായി കാശ്മീരിൽ വളരെ കാര്യമായി ഹമാസ് ഇടപെടുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ നേതാക്കളുമായി പാകിസ്ഥാൻ സൈന്യം, പാകിസ്ഥാൻ ISIയും ഒക്കെ ആയിട്ട് വളരെ നല്ല ബന്ധം ഇസ്രായേൽ വെച്ചു പുലർത്തുന്നു. അതായത് ഇസ്മയിൽ ഹനിയ മുമ്പൊരിക്കൽ നേരത്തെ പാകിസ്ഥാനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളും ഞങ്ങളും ഒരേപോലെയുള്ള പോരാട്ടമാണ് നടത്തുന്നത്, അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ് കാശ്മീർ നടത്തുന്നത്. കാശ്മീരിൽ ഈ ജമ്മു കാശ്മീർ അവരുടെയാണ്, അവിടെ ഇന്ത്യൻ സേന അധിനിവേശം നടത്തുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാന് കിട്ടേണ്ടതാണ് കാശ്മീർ. അതുപോലെ തന്നെ ഗാസയും വെസ്റ്റ് ബാങ്കും അടക്കമുള്ള സ്ഥലങ്ങൾ ഇസ്രായേലിൻ്റെയാണ്, പലസ്തീൻ രാജ്യം ഞങ്ങളുടെയാണ്, അവിടെ അധിനിവേശം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊരാശയം ഇസ്മയിൽ ഹനിയ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷമാണ് പാകിസ്ഥാൻ്റെ സഹായം തേടി നിരവധി ഹമാസ് ഡെലിഗേഷൻസ് പാകിസ്ഥാനിൽ വന്നിരുന്നു. ഇപ്പോൾ 2024 ജൂലൈ 31 ഇസ്മയിൽ ഹനിയ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. വെടിയേറ്റ് കൊല്ലപ്പെട്ട ഉടനെ ഒരു ദേശീയ ദുഃഖാചരണം ഇറാൻ നടത്തി. അപ്പോൾ ടെഹ്റാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങളും ഹനിയയുടെ മരണത്തിൽ, കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ദേശീയ തലത്തിൽ ദുഃഖാചരണം നടത്തണമെന്ന് ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അത്രയ്ക്കൊരു ബന്ധം, വൈകാരികമായ ഒരു ബന്ധം പാകിസ്ഥാനും ഹമാസും ആയിട്ടിപ്പോൾ ഉണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ ഭഗവൽപൂരിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അടുത്തിടെ ഹമാസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ സന്ദർശിക്കുകയുണ്ടായി. അതായത് ഹമാസിൻ്റെ വക്താവാണ് ഖാലിദ് ഖൊഡോമി ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭഗവൽപൂരിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് സന്ദർശിച്ചു. അവിടെ കോമ്പാറ്റ് സിമുലേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ കോമ്പാക്ട് സിമുലേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന ഒരു ആക്രമണത്തിന് പറ്റുന്ന കോമ്പാക്ട് സിമുലേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പരിശീലന കേന്ദ്രമാണ്. ആ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീറാണ്. ആ അസിം മുനീർ പങ്കെടുത്ത ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭഗവൽപൂരിലെ ഈ കോമ്പാക്ട് സിമുലേഷൻ സെൻറ്റർ ഉദ്ഘാടനത്തിൽ ഖാലിദ് ഖൊഡോമി പങ്കെടുത്തു. അപ്പോൾ പാകിസ്ഥാൻ ആർമിയുണ്ട്, ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ഹമാസ് ഉണ്ട്, മൂന്ന് പേരുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഫെബ്രുവരി 10 LETയുടെയും ലഷ്കർ ഇ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ POK റാവൽകോട്ടിൽ ഒരു കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തി. അതായത് കാശ്മീരിന് ഐക്യദാർഢ്യം കാശ്മീരിൻ്റെ ഐക്യദാർഢ്യം ഇന്ത്യയുടെ കൂടെ നിൽക്കാനല്ല, കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടാൻ കാശ്മീരികൾക്ക് പാകിസ്ഥാൻ്റെ ഭാഗമായി ചേരാനുള്ള അവരുടെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാശ്മീർ സോളിഡാരിറ്റി ഡേ കഴിഞ്ഞ ഫെബ്രുവരി 10, കഴിഞ്ഞിട്ട് 2-3 മാസം ആവുന്നുള്ളൂ അല്ലേ, അന്ന് ഈ പറഞ്ഞ പോലെ ഈ നടത്തിയ കാശ്മീർ സോളിഡാരിറ്റി ഡേയിലും ഖാലിദ് ഖൊഡോമി എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് പങ്കെടുത്തു. ഹമാസിൻ്റെ ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺ പങ്കെടുത്തു, ഔദ്യോഗിക വക്താവ് പങ്കെടുത്തു. എന്നിട്ട് ഖൊഡോമി പ്രസംഗിച്ചത്, ആ പ്രസംഗം ഇപ്പോൾ ഇന്റലിജൻസുകളുടെ കയ്യിലുണ്ട്. അതായത് ജമ്മു കാശ്മീർ പാലസ്തീന് തുല്യമാണ്, ജമ്മു കാശ്മീരിൽ ഇന്ത്യ അധിനിവേശം നടത്തിയിരിക്കുന്നു, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടത്തിയിരിക്കുന്ന പോലെ. അതുകൊണ്ട് പാകിസ്ഥാനെ എല്ലാ തരത്തിലും സഹായിക്കാൻ ഹമാസ് തയ്യാറാണ്. ഇന്ത്യ ഇസ്രയേലുമായി ചേർന്നിട്ടൊരു സാമ്പത്തിക ഇടനാഴി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ കോറിഡോർ, എക്കണോമിക് കോറിഡോർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ഈ ഖൊഡോമി പറഞ്ഞത്, ഈ ഇന്ത്യ ഇസ്രയേൽ
മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയും ചേർന്നുള്ള ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, പാകിസ്ഥാൻ ചൈന ഇടനാഴി ഇവയ്ക്ക് ബദലാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഖദോമി പ്രസംഗിക്കുകയാണ്, അങ്ങനെ ഇന്ത്യ ഇസ്രയേലുമായി ചേർന്നൊരു മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഗാസയിലെ റബിൾസിൻ്റെ ഇടയിൽ പോയി എന്ന് പറഞ്ഞാൽ ഗാസയിലെ ചപ്പുചവറിൻ്റെ ഇടയ്ക്ക് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയിരിക്കുന്നു, അതിന് നടപ്പാവില്ല എന്ന് പ്രസംഗിച്ചിരുന്നു. എന്നു മാത്രമല്ല, ഇനി POK മാത്രമല്ല, കാശ്മീർ പൂർണ്ണമായും പാകിസ്ഥാൻ്റെ ഭാഗമാകണം. അതിനുള്ള പോരാട്ടത്തിൽ ഗാസയിൽ ഞങ്ങൾ എങ്ങനെ സഹായിക്കുന്നോ അതുപോലെ പാകിസ്ഥാനെ ഞങ്ങൾ സഹായിക്കുമെന്നാണ് പറഞ്ഞാണ് ഖദോമിയുടെ പ്രസംഗം അവസാനിച്ചത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇവിടുത്തെ ദേശീയ ദിനപത്രങ്ങളായ എന്ന് പറയുന്ന മലയാളത്തിലെ പത്രങ്ങൾ ഉൾപ്പെടെ ഒരൊറ്റ മാധ്യമവും ഫെബ്രുവരി 10 ഹമാസ് ഭീകരൻ, ഹമാസ് തലവന്മാരുള്ള ഒരാളാണ് അവരുടെ ഔദ്യോഗിക വക്താവ്, കാശ്മീരിനെ കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രസംഗം അവിടെ വന്ന് നടത്തിപ്പോയത് ആരും പറഞ്ഞിട്ടില്ല. അൽ-അക്സ മില്യൺ മാർച്ച് എന്ന പേരിൽ ഈ ഒരു വലിയ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു. എന്നിട്ട് ഫെബ്രുവരി 10 ഖഡോമി പ്രസംഗിച്ചതെന്നറിയോ, പാകിസ്ഥാൻ ഞങ്ങളുടെ വെള്ളിയേട്ടനാണ്, വെള്ളിയേട്ടൻ്റെ ആവശ്യങ്ങൾക്ക് എന്തു സഹായം നൽകാനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതുമാത്രമല്ല, ഈ ഇപ്പം സീസ്ഫയർ ഉണ്ടല്ലോ, ഇസ്രയേലും ഹമാസുമായി ഗസയുടെ കാര്യത്തിൽ വെടിനിർത്തൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വിട്ടയച്ച 15 പലസ്തീനികൾക്ക് പാകിസ്ഥാൻ സ്വീകരണം കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നടന്നത് ഈ 2-3 മാസങ്ങൾക്കുള്ളിലാണ്. അതായത് ഇസ്രയേൽ ജയിലിൽ പിടിച്ചിട്ടിരുന്ന കൊടും ഭീകരരെ വെടിനിർത്തലിൻ്റെ ഭാഗമായി തുറന്നു വിട്ടു കഴിഞ്ഞപ്പോൾ അവർ നേരെ പറന്നു വന്നത് എവിടെയാണ്? പാകിസ്ഥാനിൽ. അവർക്ക് പാകിസ്ഥാൻ ഒഫീഷ്യലി ഔദ്യോഗികമായി വലിയ സ്വീകരണം കൊടുത്തു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമി പോലും അവരെ പിന്തുണയ്ക്കുന്നു. അത് പറയുന്നത് നോക്കൂ, ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു സേനാ പരിശീലന കേന്ദ്രം അല്ലെ, കോംബാറ്റ് സിമുലേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കസൂരിയാണ്. അല്ല, അസിം മുനീർ, പാകിസ്ഥാൻ സൈനിക മേധാവി. തീവ്രവാദ സംഘടന. അതിൽ പങ്കെടുത്തത് ആരാണ്? അൽ-അക്സ ഫ്ലഡ്സ് എന്നുള്ള മൂവ്മെന്റ്. അൽ-അക്സ ഫ്ലഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അൽ-അക്സ ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പേരാണ്. ഏതാണ്? 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ഭീകരാക്രമണത്തിന് അവരിട്ടിരിക്കുന്ന പേരാണ് അൽ-അക്സ ഫ്ലഡ്സ്. ഓപ്പറേഷന്റെ പേരല്ലേ? ഓപ്പറേഷന്റെ പേര് അൽ-അക്സ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ടെമ്പിൾ മൗണ്ടിൽ ഇരിക്കുന്ന ലോകത്തെ മുസ്ലിമുകളുടെ 3ാമത്തെ പ്രധാനപ്പെട്ട പള്ളി, മോസ്കാണ്. ആ മോസ്കാണ്, ആ സ്ഥലം ഇസ്രായേലിന്റെയാണ്, ജൂതന്മാരുടെയാണ്, ക്രിസ്ത്യാനികളുടെ ആണെന്നാണ് 3 മതങ്ങൾ തമ്മിലുള്ള തർക്കം. ആ അൽ-അക്സ ഫ്ലഡ്സ്, അവിടെ നിന്നുള്ള വെള്ളപ്പൊക്കം, പ്രളയം, അവിടെ നിന്നുള്ള അൽ-അക്സയിൽ നിന്നുള്ള ഫ്ലഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേലിലേക്ക് കയറി 1500 ആളുകളെ അവർ കൊന്നൊടുക്കിയത്. ആ അൽ-അക്സ ഫ്ലഡ്സ് എന്ന് പറഞ്ഞ് തന്നെയാണ് ഇവരവിടെ മീറ്റിംഗ് നടത്തിയത്. ഞാൻ പറഞ്ഞത് കോംബാറ്റ് സിമുലേഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് അസിം മുനീർ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഒപ്പം ഹമാസിന്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് ഖാലിദ് ഖദോമി കൂടെ പങ്കെടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പാകിസ്ഥാന്റെ ഓപ്പറേഷനുകളിൽ പിന്നിൽ ഹമാസ് ഇല്ല എന്നെങ്ങനെ സംശയിക്കാൻ പറ്റും? കാരണം അവിടെ വന്നിട്ടാണ്, ആ യോഗത്തിൽ വന്നിട്ടാണ് നിങ്ങൾ കാശ്മീരിനെ ആക്രമിക്കൂ, ഞങ്ങളുടെ വെള്ളിയേറ്റനാണ്, ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നത്. കാശ്മീരിനും ഗാസയ്ക്കും ഒരേ പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇവർ പാകിസ്ഥാൻ സൈനിക മേധാവിയും ഹമാസിന്റെ നേതാവും ജെയ്ഷെ മുഹമ്മദിന്റെ ആക്രമണ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതേ ജെയ്ഷെ മുഹമ്മദാണ് കാശ്മീരിൽ ആക്രമണം നടത്തുന്നത്. എങ്ങനെയുണ്ട്? ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഹമാസിനുള്ള പങ്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഇപ്പം ഇസ്രയേൽ കാണുന്നത്, ഹമാസ് പതുക്കെ ഇസ്രയേലിന് പുറത്തേക്ക്, ഗാസയ്ക്ക് പുറത്തേക്ക്, വെസ്റ്റ് ബാങ്കിന് പുറത്തേക്ക്, ലോകത്തെ മറ്റു ചില രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നു. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലല്ലേ ഹമാസിന്റെ ഏതാനും നേതാക്കൾ വന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അതാണ് ഇപ്പൊ പറഞ്ഞേ. അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാനിൽ കൃത്യമായി പേരുറപ്പിക്കുന്നു. അപ്പൊ ഇസ്രയേൽ കാണുന്നത് ഇപ്പൊ നേരത്തെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അല്ലെങ്കിൽ പലസ്തീൻ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ ഭൂപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഹമാസ് പാകിസ്ഥാനിൽ ചുവടുറപ്പിക്കുന്നു. ഇനി പതുക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഏതായാലും വളരെ നിർണായകമായ ചില കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ സിനു പറഞ്ഞില്ലേ, എറണാകുളത്ത് നിന്ന് ആലുവയ്ക്ക് പോകുന്ന ഒരു ബസ്സിൽ ഹമാസ് എന്ന് പേരിട്ടുണ്ട്. ഇവിടെ ഹമാസിന്റെ ആളുകളെ പടം പിടിച്ചുകൊണ്ടാണ് തൃത്താല ഉറൂസിന് ഘോഷയാത്ര നടത്തുന്നത്. അവർക്ക് അതിന് പറയുന്ന കാരണം ഹമാസിനെ നിരോധിച്ചിട്ടുണ്ടോ? ഹമാസിനെ നിരോധിച്ചിട്ടില്ല. ഹമാസ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയാണ്, ആളുകളെ പച്ചയ്ക്ക് കൊല്ലുന്ന സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ അവർ വിളിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ്. ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഇവിടെയുള്ള ചില ആളുകൾ വിളിക്കുകയും വണ്ടിക്കും വീടിനും വള്ളത്തിനും കാറിനും
ലോറിക്കും ഒക്കെ പേരിടുകയും അവരുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഉത്സവാഘോഷങ്ങൾ പെരുന്നാൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ അറിയാത്തതല്ല. POKയിൽ നിന്നിട്ട് ഇന്ത്യയെ ആക്രമിക്കണം, ഗാസ പോലെയാണ് കാശ്മീർ, അത് പിടിച്ചെടുക്കണം, പാകിസ്ഥാന്റെ കൂടെ നമ്മൾ നിൽക്കണം, പാകിസ്ഥാൻ ഞങ്ങളുടെ വലിയേട്ടനാണ്, ഞങ്ങൾ സഹായിക്കും കാശ്മീർ പിടിച്ചെടുക്കാനെന്ന് ഈ ഫെബ്രുവരി മാസം വരെ പ്രസംഗിച്ചത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ചില ആളുകൾ ഹമാസിനെ പൊക്കിക്കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? അവരുടെ ഉദ്ദേശം കാശ്മീർ ഇന്ത്യക്ക് നഷ്ടപ്പെടണം. അവരുടെ ഉദ്ദേശം എന്താണ്? പഹൽഗാം പോലെയുള്ള പുതിയ പോരാട്ടങ്ങൾ, ആക്രമണങ്ങൾ നടക്കണം. പുതിയ ആക്രമണങ്ങളിലൂടെ കൂടുതൽ ഇന്ത്യക്കാരെ, കൂടുതൽ ഹിന്ദുക്കളെ, മുസ്ലിങ്ങളല്ലാത്തവരെ കൊല്ലണം. ഇന്നലത്തെ ആക്രമണത്തിൽ ഒരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടിട്ടുണ്ടേ. അതിൻ്റെ വാർത്തകളൊന്നും കാര്യമായി വന്നിട്ടില്ല. നമുക്ക് പറയാം, നമ്മൾ മറ്റൊരു ടോക്കിൽ അവിടുത്തെ ചില മനുഷ്യരുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെ വരുമ്പോൾ പതുക്കെ ഇന്ത്യ ഇതുവരെ എടുത്തിരുന്ന നിലപാട്, ഹമാസ് ശരിയാണ്, ഹമാസിന് ഭീകര സ്വഭാവമുണ്ട്, അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഹമാസിനെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഇതുവരെ ഹമാസിൻ്റെ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഹമാസിനെ നിരോധിക്കേണ്ടതില്ല എന്നൊരു സ്റ്റാൻഡ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതെ. പക്ഷേ അതിപ്പോൾ മാറാൻ പോവാ. പാകിസ്ഥാനിൽ വളരെ ശക്തമായി ജയ്ഷെ മുഹമ്മദിൻ്റെയും എല്ലാം ചേർന്ന് ഹമാസിൻ്റെ പ്രവർത്തനം ഉണ്ടാവുന്നു, ഹമാസിൻ്റെ സഹായം ഉണ്ടാവുന്നു എന്ന് വ്യക്തമായി വരികയാണ്. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ അധികം ദൂരത്തല്ലാത്ത ഒരു സമയപരിധിക്കുള്ളിൽ ഹമാസിനെ നിരോധിച്ചേക്കാം. പക്ഷേ ഇന്ത്യയെക്കാളും താല്പര്യം ഇസ്രയേലിനുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ ഹമാസ് ഇന്ത്യയിലുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ നിന്ന് പറന്ന് ഇസ്രയേലിൻ്റെ ഒരു സംഘം, മൊസാദ് ഉൾപ്പെടെയുള്ള സംഘം ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അവർ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികളുമായി ചേർന്നിട്ട് ഹമാസിൻ്റെ ഇന്ത്യൻ ഓപ്പറേഷൻസിനെ കുറിച്ച് പഠിക്കാൻ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.